നമുക്കേ ശംഖുപുഷ്പം ടീ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചാൽ ബ്ലൂ ടീ. ശംഖുപുഷ്പത്തിൻ്റെ ഒരു പൂവേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കി നോക്കാം. പണ്ടൊക്കെ നമ്മുടെ വെയിലിലും മതലിലും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ശംഖുപുഷ്പത്തിൻ്റെ ചെടികളുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യകത അന്ന് അറിയാത്ത കൊണ്ട് നമ്മളിതെല്ലാം വെട്ടിപ്പറിച്ചിട്ട് ആടിനും പശുവിനൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ ശംഖുപുഷ്പം ഒരു കില്ലാടി തന്നെയാണെന്നുള്ള അറിവ് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ ഒരു ചെടിയെങ്കിലും നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ബ്ലൂ ടീ ഒരു വേൾഡ് വൈഡ് ഡ്രിങ്കായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചിട്ട് അറിയുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും പറഞ്ഞാൽ പോരാ. ശരിക്കും നമ്മളിവിടെ നാട്ടിൻപുറ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ഈ സാധനം പാക്കറ്റിൽ ഉണങ്ങിയത്, ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണങ്ങിയത് നമുക്ക് പാക്കറ്റിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ബ്ലൂ ടീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുക്കുന്നു. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഇനി അതിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് കൊടുക്കുകയാണ്. നമുക്കിവിടെ ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പുറത്ത് ബിജുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു പൂവും കൂടി എടുത്തിട്ട് വന്ന്, ഇവിടെ ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അപ്പുറത്ത് പോയിട്ട് ബിജുവിൻ്റെ വീട്ടിൽ പോയി 2 പൂവും കൂടി പറിക്കാമെന്ന് കരുതിയാണ് പോയത്. അപ്പോൾ അവിടെ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവുണ്ട്. അപ്പം അക്ക പറഞ്ഞു, നീ എന്തായാലും വീഡിയോ ചെയ്തതല്ലേ, വെള്ള ശംഖുപുഷ്പം കൂടെ ഒന്ന് കാണിച്ചേക്കെന്ന് പറഞ്ഞിട്ടൊക്കെ പറിച്ചു വന്നതാണ് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. ഇതാണ് വെള്ള ശംഖുപുഷ്പം, ഇത് നീല ശംഖുപുഷ്പം. അപ്പം ഇങ്ങനെ ഈ 2 കാറ്റഗറിയാണ് ശംഖുപുഷ്പത്തിലുള്ളത്. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് പൂവൊന്ന് വെന്ത് വരട്ടെ. വെയിറ്റ് ലോസ്, ഹെയർ ലോസ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന് ബെറ്റർ ആയൊരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫയർ ബെറ്റർ ആണ് ഈ സാധനം. ഇതിൻ്റെ ടോണിക് എന്ന് നമുക്ക് ഇതിനെ പറയുന്നുണ്ട്. അതായത് മെമ്മറി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഡ്രിങ്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കണ്ണിന് നല്ലതാണ്. വാത, പിത്ത, കഫ ഈ 3 സാധനങ്ങളെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഡ്രിങ്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ബ്ലൂ ടീ റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ കളർ മാറി നീല കളറിലോട്ടായിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബ്ലൂ ടീ റെഡി ആയിരിക്കുകയാണ്. കഴിവത്ത് നിങ്ങൾ പഞ്ചസാര ഇടാതെ തന്നെ ഇത് കുടിക്കാൻ ശ്രമിക്കുക. കാരണം ഹെൽത്തി ഡ്രിങ്ക് അല്ലേ, പഞ്ചസാര നമുക്ക് മാക്സിമം ഒഴിവാക്കേണ്ട ഒരു സാധനം തന്നെ. ബോഡി ടെമ്പറേച്ചറും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഡ്രിങ്ക് വളരെ സഹായിക്കുന്നതാണ്. 0 കൊളസ്ട്രോൾ ആണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിൻ ഭയങ്കര റിലാക്സ് ആക്കാനായിട്ട് ഈ ശംഖുപുഷ്പത്തിൻ്റെ ടീ അല്ലെങ്കിൽ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളം വളരെ സഹായകമാണ്. നമ്മളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യമാണ്. അപ്പം ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ ഡ്രിങ്ക് കുടിക്കുക, ഹാപ്പിയായിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക.